നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ സ്മാരകം എന്ന കവിതയിലേക്ക് കടക്കാം. മലയാളത്തിലെ പ്രശസ്ത കവികളിൽ ഒരാളായ വീരാൻകുട്ടി സാറിൻ്റെതാണ് സ്മാരകം എന്ന കവിത. ഇദ്ദേഹത്തിന്റെ മറ്റൊരു കവിത, അതായത് അതിജീവനം എന്ന പേരിലൊരു കവിത 7ാം ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വേനലിനെ അതിജീവിക്കുന്ന ഒരു കുഞ്ഞു പുല്ലാണ് അതിന്റെ പ്രമേയമായി വരുന്നത്. ഇപ്പൊ കൊന്നമരവും ഉങ്ങുമരവും പോലും അവരൊക്കെ ശക്തരാണ് കാഴ്ചയിൽ, പക്ഷെ അവർക്ക് വേനലിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവനം എന്നാണ് കവിത. അങ്ങനെ നിരവധി കുഞ്ഞു കവിതകളിലൂടെ വലിയ സത്യങ്ങൾ അവതരിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് ശ്രീ വീരാൻകുട്ടി. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ മലയാള വിഭാഗം മേധാവിയായിരുന്നു. മൺവീർ, ജലഭൂപടം, മാന്ത്രികൻ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. മിണ്ടാപ്രാണികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ കവിതകൾ വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ കവിത എഴുതിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രാമീണ ജീവിത പരിസരത്തിൽ നിന്നാവാം ഇത്തരം പ്രകൃതി ബിംബങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകളിലേക്ക് കടന്നു വന്നത്. അതിൽ പ്രത്യേകിച്ച് തൊട്ടാവാടി, അപ്പൂപ്പൻ താടി, മുക്കുറ്റിപ്പൂവ്, കുഞ്ഞു പുല്ല് തുടങ്ങിയ പ്രകൃതിയിലെ ചെറിയ വസ്തുക്കൾ. താനും ഒരു ചെറിയ ആളായിരുന്നു. അപ്പൊ അതിജീവനം ദുർബലന്റെ അല്ലെങ്കിൽ ശക്തിയില്ലാത്തവന്റെ ഒരു മേഖലയാണ്. അപ്പൊ അതെങ്ങനെയും അതിജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്ത തന്നിൽ ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ തന്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ പ്രകൃതി സ്നേഹവും ആയിരിക്കണം തന്നെ ഇങ്ങനെ പ്രകൃതി സുന്ദരമായ കവിതകൾ എഴുതാൻ, അല്ലെങ്കിൽ പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങളെ ആവിഷ്കരിക്കാൻ, പ്രകൃതിയിലെ സുന്ദര സത്യങ്ങളെ ആവിഷ്കരിക്കാൻ തന്നെ വിദഗ്ധനാക്കി, തന്നെ കഴിവുള്ളവനാക്കിയതെന്ന് കവി പറയുന്നു. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം. അപ്പൂപ്പൻ താടികൾ ഇപ്പോൾ നമ്മൾ പൊതുവെ കാണാറില്ല. മുമ്പൊക്കെ നിറയെ അപ്പൂപ്പൻ താടികൾ ഇങ്ങനെ പറന്ന് ഭാരമില്ലാത്ത ഒരു ഇതാണ് അപ്പൂപ്പൻ താടി. അപ്പോൾ ഓരോ അപ്പൂപ്പൻ താടിയിലും അതിന്റെ വിത്തുകൾ ഉണ്ടായിരിക്കും. ആ വിത്തുകളും കൊണ്ടാണ് ഇവ ഇങ്ങനെ പറക്കുന്നത്. അപ്പൊ ഈ യൂണിറ്റിന്റെ ആ പാഠത്തിന്റെ മുകളിൽ ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക് പറവയുടെ വഴികൾ തെളിയുന്നു, അങ്ങനെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വിത്തിനെ മടിയിൽ വെച്ച് പറക്കുന്ന ഒരു അപ്പൂപ്പൻ താടിയുടെ ചിത്രമാണ് ഈ കവിതയിൽ കാണുന്നത്. എളിയതെങ്കിലും ധീരമായ ശ്രമമാണ് അവിടെ അപ്പൂപ്പൻ താടി നടത്തുന്നത്. അതിന്റെ ജീവിതം സാർത്ഥകമാകുന്ന എപ്പോഴാണ്? എവിടെയെങ്കിലും അത് വീണ് അതിന്റെ ഉള്ളിലെ വിത്ത് ഒരു വലിയ തണൽമരമായി നാളെ മാറാം. അപ്പോഴാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിന് ഒരു അർത്ഥപൂർണത ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ജീവിത പാഠം എന്ന് പറഞ്ഞാൽ, തന്റെ കഴിവുകൾ, ശക്തിയൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ പ്രകൃതിയിൽ നിന്ന് ലഭിച്ച ഒരു സുന്ദരമായ വസ്തുവിനെയാണ് കവി ഒരു വിഷയമാക്കി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൂപ്പൻ താടിയുടെ യാത്രയാണ് നമ്മൾ കാണുന്നത്. അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായൊരു ശ്രമമായി കാണണം. വിനീതമായ ശ്രമമായി കാണാനുള്ള കാരണം എന്താണ്? അതിന് ചിറകുകളില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ലോകത്തെക്കുറിച്ചുള്ള സാധ്യതകൾ, വലിയ ലോകത്തേക്ക് പറന്നെത്താം എന്നുള്ള സാധ്യതകളും ഇല്ല. ഉത്തരമായിട്ടോ അഭിപ്രായമായിട്ടോ കവിത അവതരിപ്പിക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ദേശാന്തരമായി പോകാൻ പറ്റാത്തത് കൊണ്ടും ചിറകുകളില്ലാത്തതുകൊണ്ടും ഇതൊരു വിനീത ശ്രമമായി കാണണം എന്ന് പറയുന്നു. ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല, വലിയ ലോകത്തെക്കുറിച്ചുള്ള സാധ്യതകളൊന്നും തന്നെയില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, മറ്റൊരു ദേശത്തേക്ക് പോകാൻ വിധിച്ചിട്ടില്ല. എന്നാലും ഒരു വിനീതമായ ശ്രമമാണ് അപ്പൂപ്പൻ താടി അവിടെ നടത്തുന്നത്. എന്നിട്ടും അത് പറക്കുന്നു. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്, കുഞ്ഞിനെ അമ്മ മടിയിൽ വെച്ചുകൊണ്ട് പോകുന്നത് പോലെ വിത്തിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് ഓരോ അപ്പൂപ്പൻ താടിയും പറക്കുന്നത്. ഇപ്പൊ സാധാരണ ഈ പറക്കുന്നവർ പക്ഷികളൊക്കെയാണ്. അവർക്ക് ഏത് ലോകത്തേക്ക് പോകാനും ഉള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട്. ഇവന് അത്തരത്തിലുള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊരു വിനീതമായ ശ്രമമെന്ന് പറയുന്നത്. അപ്പോൾ അപ്പൂപ്പൻ താടി യാത്ര ചെയ്യുന്നത് അമ്മ കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്ന പോലെ അത്ര ശ്രദ്ധയോടെയും കരുതലോടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ പറക്കുന്നവയ്ക്ക് ഒരുപാട് സ്വാതന്ത്ര്യ സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ആ വിത്തിനെ വഹിച്ചുകൊണ്ട്, അതായത് ഒരിക്കൽ ഞാനില്ലാതാവുമ്പോൾ എനിക്ക് പകരം ഉണ്ടാകേണ്ടവനാണ് ഈ വിത്ത് എന്നുള്ള ഒരു കരുതലോടു കൂടിയാണ് യാത്ര പോകുന്നത്. ഇനി അടുത്ത വരി നോക്കൂ. അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അപ്പൊ ഈ ഒരു 3 വരിയുടെ പ്രത്യേകത, സ്വപ്നത്തിന്റെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്ന് തന്നെ എതിരേൽക്കും എന്ന കവിത അതിനറിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കവിത
ഇദ്ദേഹം തന്നെ എഴുതിയതാണ്. വീരാൻകുട്ടി തന്നെ എഴുതിയ കവിതയാണ്. അതായത് നാളെ സ്വപ്നത്തിലെ തണലിൽ മരത്തിന്റെ തണലിൽ വന്ന് തന്നെ ഒരാൾ എതിരേൽക്കും. അങ്ങനെ ഒരു പ്രതീക്ഷ ആർക്കില്ല? അപ്പൂപ്പൻ താടിക്കില്ല. അങ്ങനെ ബാഹ്യമായ പ്രതീക്ഷകൾ വച്ചു പുലർത്താത്തവനാണ് അപ്പൂപ്പൻ താടി. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അത് പറക്കുന്ന എന്തിലാണ്? അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ്. എന്നെ വന്ന ഒരാൾ എതിരേൽക്കും എന്നുള്ള ചിന്തയോടെ അല്ല, അറിവില്ലാത്ത പറക്കലാണ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. നാം ജീവിക്കുന്ന ലോകത്ത് നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാണും. അപ്പൊ നമുക്കതൊരു ഭാരമായിട്ട് മാറും. നമ്മുടെ മക്കളെ കുറിച്ചാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇവൻ ഒരു എഞ്ചിനീയർ ആവും, ഡോക്ടർ ആവും എന്ന് ചിന്തിക്കുമ്പോൾ അത് ആ കുട്ടിക്ക് ഒരു ഭാരമായി മാറുകയാണ്. അപ്പോൾ നമ്മളൊരു ജീവിതത്തിലാണെങ്കിൽ ഇന്നയാൾ ഇന്ന രീതിയിലായിത്തീരും എന്ന് പറയുമ്പോൾ അതൊരു തരത്തിൽ നമ്മൾ അങ്ങനെ ആയി തീർന്നില്ലെങ്കിൽ അതൊരു ഭാരമായി നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ലളിതമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ടത്. ഇവിടെ അപ്പൂപ്പൻ താടിക്ക് വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളുടെ ഭാരങ്ങളോ ഒന്നും അലട്ടുന്നില്ല. അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ വിത്തിനെ കഴിയുന്നത്ര ദൂരത്തിൽ പറത്തിക്കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചു ദൂരം കൂടെ പോയേക്കും. പിന്നെ മനുഷ്യനൊരു കരുണയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിലാണ്? ഈ അപ്പൂപ്പൻ താടിയെ നമ്മൾ പക്ഷി എന്ന് വിളിക്കുന്നില്ലല്ലോ. അങ്ങനെ അപ്പൂപ്പൻ താടിയോട് കാണിക്കുന്ന ഒരു കരുണ കൊണ്ട് അത് കുറച്ചു ദൂരമൊക്കെ പോയേക്കാം. അപ്പോൾ ഒരാളുടെ സ്വാധീനത്തിന് നമ്മൾ അകപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് നമുക്ക് കുറച്ചു ദൂരം കൂടെ മുമ്പോട്ട് പോകാമെന്നാണ് ആ വഴി സൂചിപ്പിക്കുന്നത്. എന്നാൽ അവസാന ഭാഗത്ത് ഇനി നമ്മൾ കാണുന്ന ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം. തുടക്കത്തിൽ പറഞ്ഞു വിനീതമായ ശ്രമം എന്നാണ് പറക്കലിനെ പറഞ്ഞത്. എന്നാൽ ഈ കവിത അവസാനിക്കുമ്പോൾ കവി പറയുന്നു ഈ ശ്രമം, പറക്കാനുള്ള ശ്രമം ധീരമാണ്. കാരണം വീണു പോകുന്നിടത്ത് സ്മാരകമായിട്ട് അത് ഉയർന്നു വരാം. നാളെ ഒരു മരം അവിടെ വീഴുന്നെങ്കിൽ അത് ആര് കാരണമാണ്? അപ്പൂപ്പൻ താടി അവിടെ വന്ന് വീണതുകൊണ്ടാണ്. അതിനുള്ളിലെ വിത്താണ് ഒരു മരമായിട്ട് രൂപപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ ശ്രമം ധീരമായി മാറുന്നത്? സ്വന്തം ശക്തി, നൈസർഗികമായ ശക്തി തിരിച്ചറിഞ്ഞ് മുന്നേറുന്നത് കൊണ്ടാണ്. അപ്പം വീണു പോകുന്നിടത്ത് പോലും ഇത് ഇല്ലാതായി പോവുകയല്ല. അവിടെ നിന്നൊരു പുതിയ മരം അല്ലെങ്കിൽ തണൽ മരം ചിറക് വിടർത്തുകയാണ്. എന്നിട്ട് പുതിയ ദിശകളിലേക്ക് അതിൽ നിന്ന് വീണ്ടും അപ്പൂപ്പൻ താടികൾ യാത്രപ്പെടും. അപ്പൊ പുതിയ പുതിയ ദിശകളിലേക്ക് അപ്പൂപ്പൻ താടികളെ പറത്തുന്ന മരമാകുന്നതോടെ ഈ കവിതയിലെ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായി എന്നും നിൽക്കും. അപ്പൊ ഇതൊരു സ്മാരകമായി കാലത്തെ അതിജീവിക്കുന്ന ഒരു മരമായി ഇത് മാറുകയാണ്. അപ്പോൾ അപ്പൂപ്പൻ താടി എന്നൊരു ചെറിയ ഒരു ഇമേജ് സ്മാരകം എന്നൊരു വലിയ ഇമേജിലേക്ക് മാറ്റപ്പെടുന്ന രൂപമാണ് കവിത അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കവിത എഴുതി കഴിഞ്ഞപ്പോൾ സ്മാരകമായി ജീവിക്കുന്ന പലരും ഉണ്ട്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലികഴിച്ച് അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കിയ ധാരാളം പേരുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവിതം ഹോമിച്ചവരുണ്ട്. അല്ലാതെ മറ്റുള്ള പല സമരങ്ങളിലും പ്രശ്നങ്ങളിലും പെട്ട് തൻ്റെ ജീവിതം ഹോമിച്ചവരുണ്ട്. ഇവിടെ തന്നെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് പണ്ട് വസൂരി രോഗം വരുമ്പോൾ ഏറ്റവും ധൈര്യമുള്ളവരെ മാത്രമേ ആ ഗ്രാമത്തിൽ കാണൂ, ബാക്കിയുള്ള അവരെല്ലാം ഓടിപ്പോവും. അപ്പോൾ വസൂരി വന്ന് വീട്ടിൽ കിടക്കുന്നവരെ ശുശ്രൂഷിക്കാൻ ഈ അമിത ധൈര്യമുള്ള ഒന്നോ രണ്ടോ പേരായിരിക്കും ആ നാട്ടിലുണ്ടാവുക. അവസാനം അവരും മരണത്തിന് കീഴടങ്ങും. എന്നാൽ പോലും അത്തരം ആളുകൾ ഒരുപാട് പേരുടെ ജീവിതം രക്ഷിച്ചെന്ന് വരാം. പ്രളയം വരുമ്പോൾ അവരെ രക്ഷിക്കാൻ വരുന്ന മറ്റുള്ളവർ, ഇവരെല്ലാം സ്മാരകങ്ങളായിട്ടാണ് കവി കരുതുന്നത്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുകയാണ് ഓരോ അപ്പൂപ്പൻ താടിയും. അപ്പൊ തൻ്റെ അറിവിന്റെ പരിധിയിൽ ഈ ലോകത്ത് ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഒന്നും അതിനില്ല. വിനീതമെങ്കിലും ധീരമായ ശ്രമമാണ് ഈ അപ്പൂപ്പൻ താടി നടത്തുന്നത്. ഇതിലെ ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. കവിതാഭാഗം വായിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ രക്ഷിക്കും.